വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവി ഓഫ് 2025 ആണ് എമ്പുരാൻ. ആൻഡ് അതിൻ്റെ ഒരു ടീസർ അതിൻ്റെ ആൻറ്റിസിപ്പേഷൻ ലെവലിൽ ഇപ്പോൾ വേറെ ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ടീസർ. ഇതൊരു ഫുൾ ലെങ്ത് ട്രെയിലർ അല്ല, അതുകൊണ്ട് ഇതൊരു ഇപ്പോൾ എന്താണ് പടത്തിൻ്റെ മെയിൻ പ്ലോട്ട് എങ്ങോട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു പടം എങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്ലിംസ് മാത്രമേ നമുക്ക് ഈ ഒരു ടീസറിൽ കൂടെ കിട്ടിയിട്ടുള്ളൂ. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇത് മതി. ഇതിനപ്പുറത്തേക്ക് ഒരു ട്രെയിലറിന് ഫുൾ ലെങ്ത് ട്രെയിലറിനൊന്നും ആവശ്യമില്ല. ഇത് തന്നെ മതി ഈ ഒരു പടത്തിൻ്റെ. ഓൾറെഡി ഇതില്ലാതെ തന്നെ ആ ഒരു ഫസ്റ്റ് പടത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് തന്നെ ഈ സിനിമയുടെ ലെവൽ എത്രത്തോളം കയറ്റി വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു ജസ്റ്റ് ഒരു നോർമൽ മറ്റൊരു മലയാള സിനിമ എന്നതല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ വരാനിരിക്കുന്ന ഈ വർഷത്തെ ലൈനപ്പുകളിൽ തന്നെ ഒരു സ്ഥാനം ഈ സിനിമയ്ക്ക് പിടിക്കണമെങ്കിൽ അത് ആദ്യം ഇറങ്ങിയ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ഒരു മലയാള പടത്തിൻ്റെ ടീസർ കണ്ട പോലെയല്ല, ഏതോ ഹോളിവുഡ് പടത്തിൻ്റെ ടീസർ കണ്ട പോലെയുണ്ട്. അമ്മാതിരി എപ്പിക്കായിട്ടുള്ള കുറേ ഷോട്ടുകൾ, ഒരു ഫാൻ ബോയ് സംഭവം എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി മറ്റേ പടത്തിൽ കണ്ടാണ്. ഇതിലതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചും കൂടി ഇങ്ങനെ കൂട്ടിയിട്ടേ ഉള്ളൂ. ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും അത്ര ഗ്രാൻഡിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് പൃഥ്വിരാജ് ശ്രമിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു കാണുമ്പോൾ. ആൻഡ് ദ വൺ ഹു റിയലി ഡിസേർവ്സ് എ കം ബാക്ക് ഈസ് നൺ അതർ ദാൻ ലാലേട്ടൻ. മൂപ്പർക്ക് ഇത് ഡിസർവ് ചെയ്യുന്നൊരു പടമാണ്. ഇത് തന്നെയാണ് മൂപ്പറുടെ കം ബാക്ക്. എത്ര വർഷമായി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു. ഇതിലത് തീരും, കംപ്ലീറ്റ് ആണ്, ഉറപ്പാണ്. ഇനി അങ്ങോട്ട് പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള ലൈൻ. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ഇനി അങ്ങോട്ടുള്ള പടങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ, ഈ പടം ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലത്തെ വെയിറ്റിംഗ് ആണ്. ഒരു പക്ക ഫാൻ ബോയ് സംഭവം, ഒരു പീക്ക് ലാലേട്ടൻ. ഇതിന് മുമ്പ് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ആ പുലിമുരുകനും പിന്നെ ലൂസിഫറൊക്കെ ഇറങ്ങിയപ്പോഴാണ് അവസാനമായിട്ട് ഒരു തിയേറ്ററിൽ ഒരു ഓളത്തിൽ ഒരു ലാലേട്ടൻ പടം കണ്ടത്. പിന്നീട് അങ്ങോട്ട് എത്രയോ വർഷമായി ഇപ്പോൾ. ആൻഡ് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ റിയലി നീഡ്സ് എ കം ബാക്ക്. ഇതാണ് ആ പടം. ഇത് ഷുവർ ഷോട്ട് സംഭവമാണ്, പൊളിയായിരിക്കും എന്നുള്ളത് തീർച്ച. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണ് ഈ ഒരു ടീസർ കണ്ടപ്പോൾ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഫുൾ ലെങ്ത് ട്രെയിലർ ഒന്നുമല്ല. ഓൾറെഡി നമുക്കറിയാം ഇതിൻ്റെ ആൻറ്റിസിപ്പേഷൻ ലെവൽ എന്താണെന്നുള്ളത്. ഇറ്റ് വാസ് ഗ്രാൻഡ് പൊളി സാധനം. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു ടീസറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.